ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ തമിഴിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ എന്ത് വീഡിയോ ആണെന്ന്. അപ്പോൾ നമ്മളിന്ന് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ആയിട്ടോ കാണിക്കുന്നത്. അപ്പോൾ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് എവിടുന്നാണ് വാങ്ങിക്കുന്നതെന്നും എത്ര പ്രൈസ് ആവുമെന്നും നിങ്ങൾ എന്തൊക്കെ യൂസ് ചെയ്യുന്നതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിന്ന് എൻ്റെ കയ്യിലുള്ള കുറച്ച് മെറ്റീരിയൽസാണ് കാണിക്കുന്നത്. എല്ലാത്തിൻ്റെ പ്രൈസൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഓർമ്മയുള്ളതിൻ്റെയൊക്കെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പെയിൻറ്റ് തന്നെ തുടങ്ങാം കേട്ടോ. ഏതൊരു ക്രാഫ്റ്റ് ചെയ്യാനും നമുക്ക് പെയിൻറ്റ് ആവശ്യമാണല്ലോ. അപ്പോൾ ഈ ഒരു പാക്കറ്റിൽ 6 പീസ് അക്രിലിക് കളേഴ്സാണ് ഉള്ളത്. അടിപൊളി കളേഴ്സാണ് കേട്ടോ, എല്ലാം നല്ല അടിപൊളി കളേഴ്സാണ്. ഇതിന് 10 ദിറംസാണ് കേട്ടോ വരുന്നത്. ഇതും അക്രിലിക് കളേഴ്സാണ്. 12 കളേഴ്സാണ് കേട്ടോ ഈ പാക്കറ്റിലുള്ളത്. എല്ലാം നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ. ഈ പാക്കറ്റിൻ്റെ മുകളിൽ തന്നെ നമുക്ക് ഇതിൽ ഏതൊക്കെ കളേഴ്സാണുള്ളതെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ ഇതിൻ്റെ കൂടെ ഒരു ബ്രഷ് ഉണ്ട്. പിന്നെ ആണെങ്കിൽ ഈ ബോട്ടിൽ പ്ലാസ്റ്റിക് ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ പാക്കിങ് കണ്ടില്ലേ, നല്ല അടിപൊളിയാട്ടോ. നമുക്ക് ഈ പെയിൻറ്റ് വീണൊന്നും പോലും കേട്ടോ. ഇതിൽ നല്ല അടിപൊളിയായിട്ട് നിന്നോളൂ കേട്ടോ. ഇതിന് വരുന്നത് 10 ദിറംസ് 50 ഫിൽസ് ആണ് കേട്ടോ. അപ്പോൾ നാട്ടിൽ ഇവിടുത്തെ 1 ദിറംസ് എന്ന് പറയുമ്പോൾ 19 രൂപയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ ഇത് വന്നിട്ടുള്ളത് ഗ്ലാസ് കളേഴ്സാണ്. ഇതും അടിപൊളി പാക്കിംഗ് ആണ് കേട്ടോ. നല്ല കളേഴ്സാണ്, എല്ലാം നല്ല കളേഴ്സാണ്. ഇതിന് ഇവിടെ 10 ദിറംസ് ആട്ടോ വരുന്നത്. അടുത്തത് പോസ്റ്റർ കളേഴ്സാണ്. ഈ ബോക്സ് കണ്ടില്ലേ, അടിപൊളി പാക്കിംഗ് ആണ് കേട്ടോ. നല്ല ബോക്സാണ്. ഈ ബോക്സിൻ്റെ മുകളിൽ തന്നെ ഏതൊക്കെ കളേഴ്സാണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബോക്സ് ഓപ്പൺ ചെയ്യാതെ തന്നെ കളേഴ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാവല്ലോ. പിന്നെ ഇതിലൊരു ബ്രഷ് വരുന്നുണ്ട്. കളേഴ്സ് ആയാലും പെയിൻ്റ് ആയാലൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ പെയിൻറ്റിൻ്റെയൊക്കെ ഈ ബോക്സ് വരുന്നത് കൊണ്ട് വേറൊരു സ്റ്റോറേജ് ബോക്സിൻ്റെ ആവശ്യം വരുന്നില്ല. ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇത് കുറച്ച് മുൻപ് വാങ്ങിച്ചിട്ടുള്ള പെയിൻ്റാണ്. 10 ദിറംസോ അല്ലെങ്കിൽ 11 ദിറംസോ ആയിരിക്കും. പിന്നെ അടുത്തത് വരുന്നത് ഇതാ നിയോൺ പെയിൻറ്റ് എന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളി പാക്കിംഗ് ആയിട്ടുള്ള പെയിൻ്റാണ്. ഇതിലും അതേപോലെ 6 കളേഴ്സാട്ടോ വരുന്നത്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വാങ്ങിക്കുന്നത്. ഇതിലും അടിപൊളി കളേഴ്സ് തന്നെയാണ്. ഇത് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതിൻ്റെ പാക്കിങ് കണ്ടില്ലേ എങ്ങനെയാണ് വരുന്നത്. പിന്നെ കാണാൻ തന്നെ നല്ല ഭംഗിയില്ല. ഇതിപ്പോൾ ഒരു സ്റ്റാൻഡിൽ എല്ലാ ബോട്ടിൽസും സെപ്പറേറ്റ് ബോട്ടിൽസ് ആണെങ്കിലും ഒരു സ്റ്റാൻഡിൽ തന്നെയാണ് എല്ലാം നിൽക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു ബ്രഷ് കൂടി ഉണ്ട്. ഇതിന് 8 ദിറംസാണ്. ഇതിൻ്റെ ബോക്സിലും ഏതൊക്കെ കളേഴ്സാണെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതും അതേപോലെ പോസ്റ്റർ കളേഴ്സ് തന്നെയാണ് കേട്ടോ. നേരത്തെ കാണിച്ച അതിൻ്റെ അതേപോലത്തെ ചെറിയ ബോക്സ് ആണെന്നേ ഉള്ളൂ. പിന്നെ വരുന്നത് അക്രിലിക് കളേഴ്സ് തന്നെയാണ്. ഇതിൽ 6 കളേഴ്സാണ് കേട്ടോ വരുന്നത്. ഇതിലുള്ള 6 കളേഴ്സ് നോർമൽ കളേഴ്സാണ്. ഇതിന് കൂടെ ഒരു ബ്രഷ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് പെയിൻറ്റ് മിക്സ് ചെയ്യാനായിട്ട് ഒരു കുഞ്ഞ് പ്ലേറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ള എല്ലാ ബോക്സും കണ്ടില്ലേ, അടിപൊളി പാക്കിംഗ് ആണ് കേട്ടോ. ഇത് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ നല്ല ഈസിയാണ്. ഈ പെയിൻറ്റുകളൊക്കെ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇതിൽ തന്നെ ഇട്ട് വെക്കാമല്ലോ. പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഫെവിക്രിലിൻ്റെ മെറ്റാലിക് കളേഴ്സാണ്. ഇതിൽ 6 കളേഴ്സാട്ടോ വരുന്നത്. ഇതിൻ്റെ പ്രൈസ് എനിക്ക് ഓർമ്മയില്ലേ, ഇത് കുറച്ച് മുൻപ് വാങ്ങിയിട്ടുള്ളതാണ്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഡ്രസ്സിൽ ചെയ്യുന്ന പെയിൻറ്റുകളാണ്. ഇതിൻ്റെ പല കളേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ കഴിഞ്ഞതാണ്. അടുത്തത് സ്പ്രേ പെയിൻ്റാണ്. സ്പ്രേ പെയിൻ്റൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. ഇത് നമുക്ക് ബോട്ടിൽ ബേസ് കോട്ട് കൊടുക്കാനും യൂസ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ 3 കളേഴ്സ് ഉണ്ട്. ഇത് ഒരു ബോട്ടിലിന് 5 ദിറംസാണ്. പിന്നെ അത് നമുക്കൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കമ്പിയുണ്ട്, ഫ്ലവർ ടാപ്പ് ഉണ്ട്, അതേപോലെ സാറ്റൻ റിബണാണ് കേട്ടോ. അധികം വീതിയില്ലാത്ത സാറ്റൻ റിബണാണ്. ഇതിനൊക്കെ 3 ദിറംസാട്ടോ വരുന്നത്. ഇത് കണ്ടില്ലേ, പല ഡിസൈൻസിൽ വരുന്ന പേപ്പർ പഞ്ചിങ് ആണ് കേട്ടോ. ഇത് ഞാനൊരു പേപ്പറിൽ ചെയ്ത് കാണിക്കാം കേട്ടോ. അതൊരു 3 എണ്ണം ഒരു പാക്കിലാണ് വരുന്നത്. 5 ദിറംസ് ആയിരുന്നു കേട്ടോ അതിന്. അടുത്തത് പ്ലേറ്റ്സ് ആണ്. ഈ പ്ലേറ്റ്സ് എന്തിനാണെന്ന് വെച്ചാൽ അടിപൊളി ക്രാഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഈ പ്ലേറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം, അതേപോലെ ലീവ്സ് ഉണ്ടാക്കിയെടുക്കാം. അടിപൊളി ക്രാഫ്റ്റ്സ് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഈ പ്ലേറ്റ്സിന് അധികം വില ഒന്നുമില്ല കേട്ടോ. ഒരുപാടെണ്ണം ഉണ്ട് കേട്ടോ ഒരു പാക്കറ്റിൽ. ഈ പാക്കറ്റിന് വരുന്നത് 4 ദിറംസാണ് കേട്ടോ. അടുത്തത് വൂളൻ ത്രെഡാണ്. ഈ വൂളൻ ത്രെഡ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ക്രാഫ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ബോട്ടിൽ ആർട്ട് ചെയ്തെടുക്കാം, വോൾ ഹാങ്ങിങ് ചെയ്തെടുക്കാം, അങ്ങനെ ഒരുപാട് ക്രാഫ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതൊരു പാക്കിൽ 10 എണ്ണം കേട്ടോ വരുന്നത്. ഇതിൻ്റെ പ്രൈസ് എനിക്ക് ഓർമ്മയില്ല. ഇതിൽ റെഡ് കളറൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ. പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് ബോട്ടിൽ ആർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ജൂട്ട് ത്രെഡ്. ഇത് വെച്ചിട്ട് നമുക്ക് ഫ്ലവേഴ്സൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ വലിയ സൈസും ചെറിയ സൈസൊക്കെ ഉണ്ട്.
പിന്നെ ഇതിൻ്റെ കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കളേഴ്സാണ് ഈ പിങ്കും ബ്ലൂ ഒക്കെ ഇതിൻ്റെ കളേഴ്സാണ്. ഇതിൻ്റെ പ്രൈസൊന്നും ഓർമ്മയില്ല കേട്ടോ. ഇതൊക്കെ കുറച്ച് മുൻപേ വാങ്ങിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ഇതിൻ്റെ പ്രൈസൊന്നും എനിക്ക് ഓർമ്മയില്ല. അടുത്തത് അതേപോലെയുള്ള ടാപ്പുകളാണ്. ഇതിനൊക്കെ 3 ദിറംസാണ് കേട്ടോ. അടുത്തതൊരു മിററാണ്. ഈ മിറർ വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ക്രാഫ്റ്റ് ചെയ്യണം കേട്ടോ. ഇൻഷാല്ലാ ഞാൻ ചെയ്യുന്നുണ്ട്. ഇതിന് 6 ദിറംസും 99 ഫിൽസുമാണ് വരുന്നത്. ഇത് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ക്രാഫ്റ്റ് ഉടനെ തന്നെ ചെയ്യാം കേട്ടോ. അടുത്ത് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് മെയിനായിട്ട് വേണ്ടത് ഗ്ലൂ അല്ലേ. അപ്പോൾ അതിനായിട്ട് ഫെവിക്കോൾ ഉണ്ട്, വൈറ്റ് ഗ്ലൂ ഉണ്ട്. ഫെവിക്കോളിൻ്റെ ഈ വലിയ ബോട്ടിലാണ് കേട്ടോ അധികം എടുക്കാറ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വൈറ്റ് ഗ്ലൂവിൻ്റെ ഒക്കെ ഒഴിഞ്ഞ ബോട്ടിൽ ഉണ്ടാവുമല്ലോ, അതിലൊഴിച്ച് വെച്ചാൽ മതി കേട്ടോ. ഈ വൈറ്റ് ഗ്ലൂ വരുന്നത് 4 ദിറംസിൻ്റെ ഉണ്ട്, 3 ദിറംസിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു പാക്കറ്റിൽ 3 സെറ്റായിട്ട്, പിന്നെ ഈ ഒരു പാക്കറ്റിൽ സെറ്റായിട്ടാണ് വരുന്നത്. പിന്നെ ഈ ഒരു പാക്കറ്റിൽ സെറ്റായിട്ടാണ് വരുന്നത്. വൈറ്റ് ഗ്ലൂ ഉണ്ട്, പിന്നെ പേപ്പറൊക്കെ ഒട്ടിക്കുന്ന ഗ്ലൂ ഉണ്ടല്ലോ, അങ്ങനെ 3 ടൈപ്പ് ഗ്ലൂ ഉണ്ട് കേട്ടോ. ഇതെങ്ങനെയാണ് ഇതിൻ്റെ എത്രത്തോളം ഇത് ഒട്ടും എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അടുത്തത് ഗ്ലൂ ഗണ്ണാണ്. മിക്ക പേരും യൂസ് ചെയ്യുന്നൊരു സാധനമാണല്ലോ ഗ്ലൂ ഗണ്ണ്. നമുക്ക് ഏതൊരു സാധനവും പെട്ടെന്ന് ഒട്ടാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്ലൂ ഗണ്ണാണല്ലോ. പിന്നെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് പല ക്രാഫ്റ്റും ചെയ്തെടുക്കാം, ബോട്ടിൽ ആർട്ടും ചെയ്തെടുക്കാം, അതേപോലെ വാൾ ഹാങ്ങിങ്ങും ചെയ്തെടുക്കാം. അത് രണ്ടും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്റ്റിക്ക് വരുന്നത് ഗ്ലൂ ഗണ്ണ് വലിയ ഗ്ലൂ ഗണ്ണാണെങ്കിൽ വലിയ സ്റ്റിക്കായിരിക്കും. എൻ്റെ കയ്യിലുള്ളത് ചെറിയ ഗ്ലൂ ഗണ്ണാണ്, അതുകൊണ്ടാണ് ചെറിയ സ്റ്റിക്ക്. പിന്നെ അതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു പാക്കിൽ 6 പീസ് ഉണ്ടാവും കേട്ടോ. അതിന് 3 ദിറംസും 12 എണ്ണമാണ് വരുന്നതെങ്കിൽ 6 ദിറംസും ആട്ടോ വരുന്നത്. ഇതും നല്ലൊരു ഗ്ലൂ ആണ്, ഓൾ പർപ്പസ് ആണ്. പിന്നെ അടുത്തത് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ബ്രഷ് ആണല്ലോ. അപ്പോൾ ബ്രഷ് ഒരുപാട് ബ്രഷ് ഉണ്ട് കേട്ടോ, പല സൈസിലുള്ള ബ്രഷാണ്. ഇതിൽ ബ്രഷിൻ്റെ പറയാമെന്ന് വെച്ചാൽ ഓരോ പാക്കറ്റിൽ വരുന്നത് 5 ദിറംസിൻ്റെ പാക്കറ്റുണ്ട്, 10 ദിറംസിൻ്റെ പാക്കറ്റായിട്ട് അങ്ങനെയാണ് വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഏതൊരു ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ കട്ട് ചെയ്യാനായിട്ട് സിസേഴ്സ് ആവശ്യമുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ചെറുതും വലുതും ഉണ്ട്. ഇതിൽ വരുന്ന ചെറിയ ചെറിയ ബ്രഷുകൾ പെയിൻറ്റ് ബോക്സിൽ തന്നെ ഉണ്ടാകുന്ന ബ്രഷുകളാണ് കേട്ടോ. അത് ഞാൻ അത്ര അങ്ങോട്ട് യൂസ് ചെയ്യാറില്ല. പിന്നെ നമ്മളിത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടില്ലേ, ഈ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് 7-അപ്പിൻ്റെ ക്യാൻ, അതേപോലെ വെബ്സിൻ്റെ ക്യാനൊക്കെ ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് സ്റ്റോറേജ് ബോക്സ് ആയിട്ട് മാത്രമല്ലാതെ നമുക്ക് ഷോ പീസായിട്ടും വെക്കാൻ നല്ലൊരു ഐറ്റമാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാനതിൻ്റെ ലിങ്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഐ കാർഡിൽ കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിൽ തന്നെ ആയിട്ടൊരു ഐ ബട്ടൺ വരും, അതിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കിക്കോളൂ. അടുത്തത് ഗിൽറ്റർ പൗഡറാണ്. ഇതൊരു പാക്കിൽ 6 പീസായിട്ടാണ് വരുന്നത്. ഇതിന് 5 ദിറംസ് ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ പല പാക്കറ്റായിട്ട് വരുന്നതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പാക്കറ്റായത് വാങ്ങിയതൊക്കെ ഓരോ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ വരുന്നത് ഇമോജീസ് ആട്ടോ. ഇത് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഇത് ഞാനൊന്ന് പേപ്പറിൽ ചെയ്ത് കാണിക്കാം കേട്ടോ. നല്ല ഭംഗിയാട്ടോ കാണാൻ, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണ് കേട്ടോ ഇത്. ഇപ്പം ഞാനൊരു പേപ്പറിൽ ചെയ്ത് കാണിക്കാം കേട്ടോ. ഇത് നമുക്ക് ബോട്ടിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. നല്ല വൈറ്റ് ബേസ് കോട്ട് കൊടുത്തിട്ട് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് പേപ്പറിൽ കാണിക്കാം. പിന്നെ വരുന്നത് ഈ ഒരു ടൂൾസാണ് കേട്ടോ. ഇത് പ്ലാസ്റ്റിക്കാണ്. ഇതിൻ്റെ പാക്കറ്റിൽ 6 എണ്ണം കേട്ടോ ഉള്ളത്. ഇതിന് 3 ദിറംസ് ആട്ടോ വരുന്നത്. നല്ലൊരു സംഭവമാണ് കേട്ടോ. നമുക്ക് പെയിൻറ്റ് മിക്സ് ചെയ്യാനും അതേപോലെ ക്ലേ കട്ട് ചെയ്യാനും അങ്ങനത്തെ കാര്യത്തിനൊക്കെ നല്ല യൂസാണ് കേട്ടോ ഇത്. അടുത്തത് കാർവിംഗ് നൈഫാണ്. ഇത് നല്ല സെറ്റാണ് കേട്ടോ. ഇതിലും 6 പീസാണ് വരുന്നത്. അടുത്തത് വരുന്നത് ഡെക്കറേറ്റീവ് ഐറ്റംസ് ആട്ടോ. ഇത് ലേസിനൊക്കെ പകരം നമുക്ക് ബോട്ടിലൊക്കെ ചുറ്റാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു ഐറ്റമാണ് കേട്ടോ. ഇതിന് 4 ദിറംസ് ആട്ടോ വരുന്നത്. പിന്നെ ഫെദേഴ്സ് ഉണ്ട്, പല കളേഴ്സിലുള്ള ഫെദേഴ്സ് ഉണ്ട്. ഈ ഫെദേഴ്സ് വെച്ചിട്ട് ഇൻഷാല്ലാ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് സേഫ്റ്റി പിന്നാണ്. ഈ സേഫ്റ്റി പിന്ന് വലിയൊരു പാക്കറ്റായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുറച്ച് എനിക്ക് ആവശ്യമുള്ളത് മാത്രം ഒരു സ്റ്റോറേജ് ബോക്സിലേക്ക് ആക്കി വെച്ചതാണ്. അതാ ഇങ്ങനൊരു സ്റ്റോറേജ് ബോക്സാണ്. ഇത് ഞാൻ ഇതിൻ്റെ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. പെപ്സിൻ്റെ ബോട്ടിലുണ്ടല്ലോ, അത് വെച്ചിട്ട് ചെയ്തിട്ടുള്ള സ്റ്റോറേജ് ബോക്സാണ്. ഇങ്ങനെ നമുക്ക് ഈ ചെറിയ ചെറിയ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തെടുത്താൽ നമുക്ക് ഇതേപോലത്തെ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ഇട്ട് വെക്കാൻ നല്ലൊരു സ്റ്റോറേജ് ബോക്സാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കിയോളൂ കേട്ടോ. അടുത്തത് വരുന്നത് ഈ ഒരു ബട്ടൺസിൻ്റെ പാക്കറ്റാണ്. ഈ പാക്കറ്റിൽ ചെറിയ ബട്ടൺസ് വലിയ ബട്ടൺസൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ചെറിയ പ്രൈസിന് കണ്ടപ്പോൾ വാങ്ങിച്ച് വെച്ചിട്ടുള്ളതാണ്. പിന്നെ വരുന്നത് സ്റ്റിക്കർ ടൈപ്പുള്ള സ്റ്റോൺസ് ആണ്. അത് നല്ലൊരു ഐറ്റമാണ് കേട്ടോ. പല കളേഴ്സിലും വരുന്നുണ്ട്, അതേപോലെ പല ഫ്ലവേഴ്സിലും അങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ.
ഇതിൻ്റെ ഒരു പാക്കറ്റിന് 3 ദിറംസിൻ്റെതും ഉണ്ട് 4 ദിറംസിൻ്റെ ഉണ്ട് കേട്ടോ. നല്ലൊരു ഐറ്റമാണ്, നമുക്ക് ക്രാഫ്റ്റൊക്കെ ചെയ്യാനായിട്ട് നല്ലൊരു ഐറ്റാട്ടോ അത്. ഇത് കണ്ടില്ല, ഇങ്ങനെ സ്റ്റിക്കറായിട്ടാട്ടോ വരുന്നത്. അപ്പം നമുക്ക് ഇതിന് ഗ്ലൂവിൻ്റെ ആവശ്യമില്ല കേട്ടോ. അടുത്തത് പല സൈസിലുള്ള ഐസാണ് കേട്ടോ. ഇത് നമുക്ക് ഡോള് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റിയതാണ്. പല സൈസിലും ഉണ്ട് കേട്ടോ. ഇതിന് വരുന്നത് പാക്കറ്റിന് 3 ദിറംസാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ ക്ലിപ്സാണ്. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെ വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇത് എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള ത്രെഡുകളാണ്, ബാക്കി എല്ലാ ത്രെഡും കഴിഞ്ഞിട്ടുള്ളതാണ്. അടുത്തത് പേൾസിൻ്റെ പാക്കറ്റ് ഉണ്ട്, അതേപോലെ സീക്വൻസിൻ്റെ പാക്കറ്റ് ഉണ്ട്. ഈ പേൾസിൻ്റെ പാക്കറ്റിന് ഒരു പാക്കറ്റിന് 3 ദിറംസാണ് കേട്ടോ. അടുത്തത് ഫോം ഷീറ്റാണ്, ചെറിയ ചെറിയ ഫോം ഷീറ്റാണ്. എല്ലാ കളേഴ്സിലുള്ള ഫോം ഷീറ്റ് ഉണ്ട് കേട്ടോ. ഇത് നല്ല യൂസേജാണ് കേട്ടോ. നമുക്ക് ചെറിയ ചെറിയ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു യൂസാണ് കേട്ടോ. ഇതിന് ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ബാലൻസ് ആയിട്ട് പോകില്ല, വേസ്റ്റായിട്ട് പോകില്ല. ഇതിന് 6 ദിറംസാട്ടോ ഇതിന് വരുന്നത്, ഈ പാക്കറ്റിന് വരുന്നത്. പിന്നെ ഇതിൻ്റെ വലിയ റോളും ഉണ്ട് കേട്ടോ, വലിയ റോളായിട്ടും വരുന്നുണ്ട്. ഇത് പല ക്രാഫ്റ്റിനും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നമുക്കിത് ഫ്ലവേഴ്സ് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് കാണിക്കാം കേട്ടോ ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അടുത്തത് ക്രീപ്പ് പേപ്പേഴ്സാണ്. ഇത് വെച്ചിട്ട് നമുക്ക് അടിപൊളി ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിലിപ്പോൾ എൻ്റെ അടുത്ത് ആകെ ഇപ്പോൾ 2 കളറല്ലേ, ബാക്കിയൊക്കെ കഴിഞ്ഞതാണ്. ഇതിന് ഒരു പാക്കിന് വരുന്നത് ഇങ്ങനെ ഓരോ പാക്കായിട്ടാട്ടോ വരുന്നത്. ഒരു പാക്കിന് 3 ദിറംസാണ് കേട്ടോ. പിന്നെ നമുക്ക് ബേസ് കോട്ട് കൊടുക്കാൻ അത്യാവശ്യമുള്ളൊരു സാധനമാണല്ലോ ടിഷ്യൂ പേപ്പർ. അപ്പോൾ ഞാൻ ഇതേപോലെയുള്ള 3 ദിറംസിൻ്റെ ടിഷ്യൂ പേപ്പർ വാങ്ങി വെക്കാറാട്ടോ ചെയ്യാറ്. അടുത്തത് ഗിൽറ്റർ പേപ്പേഴ്സാണ്. ഇതൊരു പാക്കറ്റിൽ എല്ലാ കളേഴ്സും വരുന്നുണ്ട് കേട്ടോ. ഇതിൽ പല കളേഴ്സും ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇപ്പം വരുന്ന ഗിൽറ്റർ പേപ്പറിൽ അധികവും സ്റ്റിക്കറുള്ള ടൈപ്പാണ് കേട്ടോ ഇപ്പം വരുന്നത്. സ്റ്റിക്കറില്ലാത്ത ടൈപ്പ് ഞാനിവിടെ കാണുന്നില്ല, സ്റ്റിക്കറുള്ള ടൈപ്പായിട്ട് വരുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഗ്ലൂവിൻ്റെ ആവശ്യമില്ല കേട്ടോ. അടുത്തതും ഇതേപോലത്തെ ഒരു ക്രാഫ്റ്റ് പേപ്പറാണ്. നല്ല അടിപൊളി പേപ്പറാണ് കേട്ടോ, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇതിൽ എല്ലാ കളേഴ്സൊന്നും വരുന്നില്ല കേട്ടോ. പിന്നെ ഈ പാക്കറ്റിൻ്റെ മുകളിൽ തന്നെ അവരൊരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നമുക്ക് എന്തൊക്കെ ഇതിൽ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഇത് നല്ലൊരു ഐറ്റമാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഓരോ കളറും 2 എണ്ണം വീതിച്ചിട്ടാണ് കേട്ടോ ഉള്ളത്. പിന്നെ വരുന്നത് ഇതേപോലത്തുള്ള ഐസ്ക്രീം സ്റ്റിക്സാണ് കേട്ടോ. ഇത് നമുക്ക് പല കളേഴ്സിലായിട്ടും വരുന്നുണ്ട് കേട്ടോ. ഇതിന് ഒരു പാക്കിന് 3 ദിറംസാണ്. പിന്നെ ഇതിൻ്റെ വലിയ പാക്കറ്റ്സ് ഉണ്ട് കേട്ടോ, അത് വരുമ്പോൾ റേറ്റ് മാറും. പിന്നെ ബാംബു സ്ക്വയേഴ്സ് ഉണ്ട്, ഇത് 3 ദിറംസിൻ്റെ ഉണ്ട്, 2 ദിറംസിൻ്റെ ഉണ്ട്, വലുതും ചെറുതും ഉണ്ട് കേട്ടോ. ഇതൊക്കെ ചെറിയ പ്രൈസിന് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ അടുത്തത് സ്പൂൺസാണ് കേട്ടോ. ഇത് ഒരു പാക്കറ്റിൽ ചെറിയ പ്രൈസേ ഉള്ളൂ. ഇത് ഞാനൊരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളായിരുന്നു, പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തായാലും ചെയ്യുന്നുണ്ട്. പിന്നെ അത് സ്ട്രോ ആണ് കേട്ടോ. ഇത് ഒരു വലിയൊരു പാക്കറ്റായിരുന്നു കേട്ടോ, 50 പീസിൻ്റെ. അപ്പോൾ അതൊക്കെ ഓരോ ആവശ്യത്തിന് എടുത്തു പോയതാണ്. ഇതിൻ്റെ പ്രൈസൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പിന്നെ വരുന്നത് പേപ്പർ ഗ്ലാസ് ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് നമുക്ക് അടിപൊളി ക്രാഫ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് വെച്ചിട്ട് ഞാനൊരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ചെറിയ ഗ്ലാസും വലിയ ഗ്ലാസ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പല പ്രൈസിലും വരുന്നുണ്ട്. 3 ദിറംസിൻ്റെ ഉണ്ട്, 5 ദിറംസിൻ്റെ ഉണ്ട്, അങ്ങനെ പല പ്രൈസിലും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ക്രാഫ്റ്റ് ചെയ്യാൻ അത്യാവശ്യമായിട്ടുള്ള സംഭവമാണ് കേട്ടോ പിന്നെ നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഈ ബ്ലേഡ്. നമുക്ക് സിസേഴ്സിനെ പോലെ തന്നെ നമുക്ക് നല്ലൊരു യൂസ് ചെയ്യാനുള്ള സംഭവമാണ് കേട്ടോ അത്. ഈ കാർഡ്ബോർഡ് പീസുകളൊക്കെ കട്ട് ചെയ്യാനായിട്ട് നല്ല ഒരു ഐറ്റമാണ് കേട്ടോ അത്. അടുത്തത് ഇങ്ങനെ കളേഴ്സിൽ പ്രിൻ്റഡ് ആയിട്ട് വരുന്ന റോപ്സുകളാണ്. അതിൻ്റെ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അങ്ങനെ ഞാൻ വാങ്ങി വെച്ചിട്ടുള്ളതാണ്. ഇത് വെച്ചിട്ടും ക്രാഫ്റ്റ് ചെയ്യണം. ഇതിനൊരു 3 ദിറംസ് ആട്ടോ വരുന്നത് ഒന്നിന്. ഇതിൻ്റെ വലിയ സൈസും ഉണ്ട് കേട്ടോ, അതിന് 5 ദിറംസ് അങ്ങാനാണ്. അപ്പോൾ ഇത് വെച്ചിട്ടും നമുക്കൊരു ക്രാഫ്റ്റ് ചെയ്യാം കേട്ടോ. അടുത്തത് ഗിൽറ്റർ പെൻസാണ് കേട്ടോ. ഈ പെൻസ് യൂസ് ചെയ്യുന്നത് നമ്മൾ കാർഡൊക്കെ ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും എഴുതാനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഗിൽറ്റർ പെൻസ് നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. ഇതേപോലെ തന്നെ കാർഡ്സിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ സ്കെച്ച് പെൻസിൽ. ഇതിലും എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ. ഇതൊക്കെ 5 ദിറംസ് ആണെന്ന് തോന്നുന്നു കേട്ടോ, എനിക്ക് അത്ര ഒരു ഓർമ്മയില്ല. പിന്നെ നമുക്ക് ബോട്ടിലൊക്കെ ചെയ്യാനായിട്ടുള്ള പെർമനൻറ്റ് മാർക്കേഴ്സ് ഉണ്ട്. അത് നല്ലൊരു മാർക്കറാണ് കേട്ടോ. അടുത്തത് കളർ ഡ്രോയിങ് ബുക്കാണ്. ഇതിലെല്ലാ കളേഴ്സും വരുന്നുണ്ട് കേട്ടോ. ഇതിന് ചെറിയ ബുക്സ് ആയിട്ടും വരുന്നുണ്ട്, വലിയ ബുക്സ് ആയിട്ടും വരുന്നുണ്ട് കേട്ടോ. ഇതിന് പല റേറ്റാണ് കേട്ടോ. 6-ൻ്റെ ഉണ്ട്, 8-ൻ്റെ ഉണ്ട്, 5-ൻ്റെ ഉണ്ട്, അങ്ങനെ പല റേറ്റിലും വരുന്നുണ്ട്.
പിന്നെ വരുന്നത് ക്ലേ ആണ് കേട്ടോ. നല്ല അടിപൊളി ക്ലേ ആണ് കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ പല ക്രാഫ്റ്റും ഇത് വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇത് നമ്മൾ പൊളിച്ച് കഴിഞ്ഞാൽ അത് നല്ലതുപോലെ ടൈറ്റായിട്ട് തന്നെ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആയി പോകും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് ഞാൻ പൊളിച്ചിട്ടുള്ളതാണ്, അപ്പോൾ നല്ലതുപോലെ കവർ ചെയ്ത് വെച്ചാൽ മതി. അടുത്തത് നമുക്ക് പെയിൻറ്റൊക്കെ മിക്സ് ചെയ്യാനായിട്ടുള്ളത് ഒരു പ്ലേറ്റ് ആണ് കേട്ടോ. ഇതിന് 4 ദിറംസ് ആട്ടോ വരുന്നത്. പിന്നെ നമ്മൾ ഏതൊരു ബോട്ടിൽ ആർട്ട് ചെയ്യുകയാണെങ്കിലും നമുക്ക് വാർണിഷ് അത്യാവശ്യമാണല്ലോ, അപ്പോൾ അതിൻ്റെ വാർണിഷാണിത്. പിന്നെ വാർണിഷ് ഉപയോഗിച്ചിട്ടുള്ള ബ്രഷ് വാഷ് ചെയ്യാനായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഇത് തിന്നറിന് പകരം യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതിൻ്റെ പിക്ചർ വാർണിഷൊക്കെ എൻ്റെ കയ്യിൽ തീർന്ന് പോയിട്ടുള്ളതാണ്. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും അതേപോലെ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ പുതുതായിട്ട് ക്രാഫ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ എല്ലാ ഐറ്റംസും കൂടി ഒരുമിച്ച് വാങ്ങിക്കൊന്നും വേണ്ട കേട്ടോ. ഒരു പെയിൻറ്റിൻ്റെ ബോക്സ് മതി, അതേപോലെ ബ്രഷ്, അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചാൽ മതി കേട്ടോ. പുതുതായി ചെയ്യുന്ന ഏതൊരാൾക്കും അത്ര സാധനങ്ങൾ മതി കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ സാധനങ്ങൾ വാങ്ങിക്കാമല്ലോ. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, ഇത്രയൊക്കെയാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ള ക്രാഫ്റ്റ് മെറ്റീരിയൽസ്. അപ്പോൾ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. പിന്നെ അതേപോലെ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് എവിടെ നിന്നാണ് വാങ്ങിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഇത് തന്നെ കുറച്ച് ഫാസ്റ്റാക്കിയിട്ടാണ് ചെയ്തത്. ലെങ്ത്ത് നല്ല കൂടി പോകുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഫാസ്റ്റാക്കി കാണിച്ചിട്ടുള്ളത്. ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, അല്ലെങ്കിൽ പിന്നെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യുന്നത് പോലെ ചെയ്താൽ മതി കേട്ടോ. ഇനി അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.